പ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മോ ഭയാവഹ. ഇസ്ലാം മതത്തിൽ ജനിച്ച് ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ച് അതിനുശേഷം ആ മതം ഉപേക്ഷിച്ച ആളാണ് ജാഫർ ചളിക്കോട്. ഏറ്റവും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന മതം ഇസ്ലാമാണ് എന്ന് ജാഫർ ചളിക്കോട് ഫേസ്ബുക്കിൽ എഴുതിയതും പറഞ്ഞതും കേട്ടിട്ട് കുരു പൊട്ടിയ അൻസാരി ഒരു വലിയ സെൽഫ് ട്രോൾ വീഡിയോയുമായി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ ജാഫർ ചളിക്കോടിന് എന്തോന്ന് പറയാനുണ്ട് കേട്ടോട്ടെ. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന ഒരു മതം ഇസ്ലാമാണ് എന്ന് താങ്കൾ ഫേസ്ബുക്കിൽ എഴുതിയതായിട്ട് ഞാൻ വായിച്ചു. എന്താണ് അതിന്റെ ഞാൻ പറയുന്നത്? എന്നെക്കാളും കൂടുതൽ അപരമത നിന്ദ നടത്തുന്ന മറ്റു മതങ്ങളെക്കാളൊക്കെ ഉപരി ഇസ്ലാം മതമാണ്. കാരണം ദിവസവും 5 നേരം കൊടുക്കുന്ന ബാങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അല്ലാഹു ഐസൽ ഇസ്ലാം ഒരു പോയിന്റ് അല്ലേ. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ദൈവവൈവിധ്യത്താൽ സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഒരുപാട് ദൈവവിശ്വാസങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസധാര ഉണ്ടായിട്ട് ഒരു വിഭാഗം മാത്രം 5 നേരം ഞങ്ങളുടെ ദൈവം അല്ലാത്തൊരു ദൈവം ഇല്ല, ആരാധനക്ക് അർഹനില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ജാഫ്രിക്ക ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ജാഫ്രിക്ക, ഈ 5 നേരം ഇങ്ങനെ വിളിച്ചു പറയലാണോ കുറ്റം? അതല്ല ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധം? എങ്ങനെ സംഭവം? 5 നേരം പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഒരു നേരം ആക്കട്ടെ, അപ്പോൾ പ്രശ്നം തീരുവോ? ഇല്ല, പ്രശ്നം അതല്ല. ഒരു പ്രാവശ്യം പോലും ഇത്രയും ദൈവങ്ങളുള്ളൊരു നാട്ടിൽ നിന്നുകൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറയുന്നത് തികച്ചും പരമത വിദ്വേഷമാണെന്ന്. ജാഫ്രിക്ക, ഈ ഭഗവത്ഗീത എപ്പോഴെങ്കിലും വായിക്കാൻ അവസരം കിട്ടുന്നുണ്ടോ? ഒരുപാട് തത്വോപദേശങ്ങളുള്ള ഈ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മോ ഭയാവഹ. സ്വന്തം ധർമ്മമാണ് ശ്രേയസ്കരം, മഹത്തരമായത്. പരധർമ്മോ ഭയാവഹ. മറ്റു ധർമ്മങ്ങൾ ഭയാവഹ എന്ന വാക്കിനർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇപ്പൊ നമ്മുടെ സുവിശേഷ പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടിട്ടുണ്ടോ ജാഫ്രിക്ക? അതിനകത്ത് എന്താ ഉണ്ടാകുക? ഏകരക്ഷകനായിട്ട് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിൽ അഭയം പ്രാപിക്കൂ, അവിടെയാണ് നിങ്ങൾക്ക് രക്ഷ കിട്ടുക എന്നുള്ളത്. ഇത്രയും ദൈവവൈവിധ്യങ്ങളുള്ള, സംസ്കാരങ്ങളുള്ള, ആശയധാരകളുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൽ മാത്രം അഭയം പ്രാപിക്കാൻ പറയുന്നത് ശരിയാണോ ജാഫ്രിക്ക? ഇതിന് കാരണമായി ജാഫർ പറയുന്നത് ഒരുപാട് മതങ്ങളെ ആരാധിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് ദിവസം 5 പ്രാവശ്യം വീതം പറയുന്ന മറ്റൊരു മതവും ഇല്ല എന്നാണ്. ഇത് കേട്ടിട്ട് കുരുപൊട്ടി അൻസാരിക്ക പറയുന്നത്, ജാഫർ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? അതിൽ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സുനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇൻഹരിയർ നഗറിൽ ജഗദീഷ് പറയുന്ന ഡയലോഗാണ്. ഞാൻ മാത്രമല്ല അവരും ഉണ്ട് എന്ന പോലെ ഒരു ന്യായമാണ്. ഇസ്ലാം മതം പരമത വിദ്വേഷം പുലർത്തുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഹിന്ദുക്കളും ഉണ്ട് എന്നാണ് അൻസാരി ന്യായീകരിക്കുന്നത്. ശരിയാണ് അൻസാരി, ഭഗവത്ഗീതയിൽ ആധുനിക കാലത്തിന് യോജിച്ചതല്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ മാത്രമല്ല, നിങ്ങൾ രണ്ടാമത് പറഞ്ഞ യേശുവാണ് ഏക രക്ഷകൻ എന്ന് എഴുതിയിട്ടുള്ള ബൈബിളിലും ആധുനിക കാലഘട്ടത്തിന് യോജിക്കാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചായാതെയും ചരിയാതെയും പറയുന്നവർ തന്നെയാണ് നിരീശ്വരവാദികൾ. നിങ്ങൾ ഈ പറഞ്ഞ ഭഗവത്ഗീതയെ വിമർശിച്ചുകൊണ്ട് കേരളത്തിൽ ഏറ്റവും അധികം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളതും എസൻസ് തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ ന്യൂറോൺസിന്റെ ചാനൽ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഭഗവത്ഗീതയിലെ ജാതി എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജാഫ്രിക്ക, ഈ 5 നേരം ഇങ്ങനെ വിളിച്ചു പറയലാണോ കുറ്റം? അതല്ല ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധം? എങ്ങനെ സംഭവം? 5 നേരം പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഒരു നേരം ആക്കട്ടെ, അപ്പൊ പ്രശ്നം തീരുവോ? ഇല്ല. മറ്റൊന്ന് അൻസാരി പറയുന്നത് 5 പ്രാവശ്യം പറയുന്നത് ഞങ്ങൾ കുറച്ച് ഒരു പ്രാവശ്യം ആക്കിയാൽ കുഴപ്പമുണ്ടോ എന്നാണ്. അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ അൻസാരി? കാരണം ഈ നിസ്കാരം കിട്ടിയത് സംബന്ധിച്ച് ഇസ്ലാമിൽ ഒരു ചരിത്രം. മുഹമ്മദ് പറക്കുന്ന കഴുതയുടെ പുറത്ത്, കഴുതയോ കുതിരയോ അതൊന്നും അല്ലാത്ത എന്തെങ്കിലും ജീവിയോ എന്തെങ്കിലും ആവട്ടെ, അതിന്റെ പുറത്ത് കയറി അള്ളാഹുവിന്റെ അടുത്ത് ചെന്നു. അള്ളാഹു എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് ഒരു കോച്ചിങ് ക്ലാസ് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ നിസ്കാരവുമായി തിരിച്ചു വരുന്ന വഴിക്ക് മുഹമ്മദ് മൂസയെ കാണുന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൂട്ടത്തിൽ തനിക്ക് നിസ്കാരം കിട്ടിയ കാര്യം മുഹമ്മദ് മൂസയോട് പറയും. എത്ര തവണയാണ് എന്ന് മൂസ ചോദിച്ചപ്പോൾ ദിവസം 50 പ്രാവശ്യമാണ് എന്ന് മുഹമ്മദ് മറുപടിയും പറയും. അപ്പോൾ മൂസ ഒന്ന് കണക്കൂട്ടി നോക്കിയിട്ട് ചോദിച്ചു, ഒരു പ്രാവശ്യത്തെ നിസ്കാരത്തിന് അതിന് മുമ്പുള്ള ശുദ്ധിക്കും എല്ലാം കൂടി ഒരു 15 മിനിറ്റ് കണക്കാക്കിയാൽ 50 നിസ്കാരം നടത്തണമെങ്കിൽ 750 മിനിറ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 13 മണിക്കൂർ നിസ്കരിക്കാൻ തന്നെ വേണ്ടി വരും. ഉറങ്ങാനും ജോലിക്കും വിശ്രമത്തിനും ഒന്നും പിന്നെ സമയം ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് മുഹമ്മദിനോട് തിരിച്ചുപോയി ഇതിന്റെ എണ്ണം കുറച്ച് മേടിക്കാൻ മൂസ ഉപദേശിച്ചു. അങ്ങനെ മൂസ തിരിച്ചുപോയി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് സമയമൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു ചോദിച്ചു, എന്നാ പിന്നെ എത്രയാക്കണം? കാരണം മുഹമ്മദിന്റെ ഫേക്ക് ഐഡിയ ആയതുകൊണ്ട് അള്ളാഹുവിന് കണക്കിൽ എത്ര പിടുത്തം പോരാ. അങ്ങനെ അത് കുറച്ച് 45 ആക്കി തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും മൂസയെ കാണുന്നു. ഇതും പ്രായോഗികമല്ല എന്ന് മൂസ പറഞ്ഞ അനുസരിച്ച് തിരിച്ചു പോകുന്നു. അങ്ങനെ 40, 35, 30 അവസാനം 5 വരെ കൊണ്ടുവന്ന് എത്തിക്കുന്നു. അപ്പോൾ മൂസ പറയുന്നു, 5 പ്രാവശ്യത്തെ നിസ്കാരം തന്നെ മനുഷ്യർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. നീ പോയി കുറച്ച് അത് 3 ആക്കാൻ അള്ളാഹുവിനോട് പറയാം. ഇതിനോടകം 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മുഹമ്മദ് പറയുന്നത് ഇനിയും പോയി ചോദിക്കാൻ എനിക്ക് നാണമാണ്, അതുകൊണ്ട് 5 പ്രാവശ്യമുള്ളത് ഈ ബുദ്ധിമുട്ട് നാട്ടുകാരങ്ങ് കഴിച്ചോട്ടെ. അങ്ങനെ മുഹമ്മദ് നിശ്ചയിച്ച 5 പ്രാവശ്യത്തെ ശല്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി അത് കുറച്ച് ഒരു പ്രാവശ്യം ആക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മുടെ സുവിശേഷ പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടിട്ടുണ്ടോ ജാഫ്രിക്ക? അതിനകത്ത് എന്താ ഉണ്ടാകുക? ഏകരക്ഷകനായിട്ട് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിൽ അഭയം പ്രാപിക്കൂ, അവിടെയാണ് നിങ്ങൾക്ക് രക്ഷ കിട്ടുക എന്നുള്ളത്. ഇത്രയും ദൈവവൈവിധ്യങ്ങളുള്ള, സംസ്കാരങ്ങളുള്ള, ആശയധാരകളുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൽ മാത്രം അഭയം പ്രാപിക്കാൻ പറയുന്നത് ശരിയാണോ ജാഫ്രിക്ക? ശരിയാണ്.
അവർക്ക് ഭരണഘടന അതിനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്, അനുവാദം കൊടുക്കുന്നുണ്ട്. യേശുവാണ് ഏകരക്ഷകൻ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് കുഴപ്പമില്ലേ എന്ന് അൻസാരിയുടെ അടുത്ത സംശയം. കുഴപ്പമുണ്ട്, പക്ഷേ അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്നതാണ്. കാരണം ഖുറാനിൽ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഈ ഖുറാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപേ വേദം നൽകപ്പെട്ടവരുടെ ഗ്രന്ഥം വായിച്ചു നോക്കാൻ. അതേതാ ഗ്രന്ഥം എന്നല്ലേ? അതും ഖുറാനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തോറയും ഇഞ്ചിയിലുമാണ് ആ ഗ്രന്ഥങ്ങൾ. അതായത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് തെറ്റാണ് എന്ന് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. പക്ഷേ അത് ഞങ്ങൾ പറയും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും ഗോത്രകാല സങ്കല്പങ്ങളും വിശ്വാസങ്ങളും മാത്രമാണ്. അൻസാരി വെളുത്ത നൈറ്റിയും തലയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന സർക്കസ് കൂടാരോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഓഞ്ഞ കോമഡി അടിച്ചാൽ അത് വെറും ഒരു സെൽഫ് ട്രോൾ മാത്രമായി മാറുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും. 140 കോടി ജനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസികളാണ്. എന്നിട്ട് ആ വിശ്വാസത്തിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാതെ ജാഫറിക്കൊക്കെ നിരീശ്വരവാദിയായി. സത്യത്തിൽ ജാഫറിക്ക നിരീശ്വരവാദ പക്ഷത്തല്ല, ഏത് പക്ഷത്താണെന്ന് അറിയാൻ നമുക്ക്. എന്നിരുന്നാലും ജാഫറിക്ക ഒരു പക്ഷത്തും ഇല്ലാതെ നിഷ്പക്ഷം എന്നുള്ള രൂപത്തിൽ വിശ്വാസം ഇല്ലാതെ മാറിയിരിക്കുകയാണ്. ഇത് ശരിയാണ്. ജാഫർ സ്വതന്ത്ര ചിന്തനല്ല, വേറെ എന്താണെന്ന് നമുക്ക് അറിയാം കേട്ടോ. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ എല്ലാം സംഘികളാക്കുന്ന ഒരു അടവ് നയം അത് പൊതുവെ ഇന്നത്തെ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടല്ല. ഇസ്ലാമിനെ വിമർശിക്കുന്നവരെല്ലാവരും സംഘികളല്ല, എന്നാൽ സംഘികൾ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്, അതിന് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെല്ലാം സംഘിച്ചാപ്പ് കൊടുത്ത് ഒതുക്കി നിർത്തിയാൽ നിങ്ങൾ എയറിലാവുന്നതിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊക്കെ ഓർക്കുന്ന വെറും വ്യാമോഹം മാത്രം. വേണേ അൻസാരിക്കായിട്ട് ഒരു ചലഞ്ച് തന്നെ പറഞ്ഞേക്കാം. അൻസാരി തരുന്ന ഒരു സംഘപരിവാർ വിമർശനം ഞാൻ പോസ്റ്റ് ചെയ്യാം, പക്ഷേ തിരിച്ച് ഞാൻ തരുന്ന ഒരു ഇസ്ലാമിക വിമർശനം പോസ്റ്റ് ചെയ്യാൻ അൻസാരിക്ക് ധൈര്യമുണ്ടോ? അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. അതായത് അൻസാരി സംഘികൾ മറ്റേ ഗോമൂത്രമൊക്കെ കുടിക്കുന്നില്ലേ, വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് വിമർശിക്കണം, വളരെ നല്ല കാര്യമാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ മുഹമ്മദ് പറഞ്ഞ മറ്റേ ഒട്ടകമൂത്രത്തെ കൂടി ഒന്ന് വിമർശിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ.